BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കൊച്ചി തോപ്പുംപടിയിൽ റോബിൻഹുഡ് മോഡലിൽ ATM തട്ടിപ്പ് നടത്തിയ ഹരിയാന സ്വദേശി അറസ്റ്റിൽ. ഹരിയാന മേവാത്ത് സ്വദേശി ആലമാണ് അറസ്റ്റിലായത്. കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും വിവിധ CDMകളിൽ പണം പിൻവലിക്കുന്ന സമയം സിസ്റ്റം തകരാറുണ്ടാക്കി പണം അപഹരിച്ച ശേഷം ബാങ്കിൽ പരാതി നൽകി ക്ലെയിം ചെയ്ത് സ്വന്തം അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത്. തോപ്പുംപടി പിയാരി ജംഗ്ഷനിലുള്ള യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് തോപ്പുംപടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അന്വേഷണത്തിൽ ആലമും കൂട്ടുപ്രതിയും ചേർന്നാണ് ഇത്തരത്തിലുള്ള ATM തട്ടിപ്പുകൾ നടത്തുന്നതും കണ്ടെത്തി. തുടർന്ന് കൊച്ചി സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ KS സുദർശൻ, മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KR മനോജ് എന്നിവരുടെ നിർദ്ദേശാനുസരണം തോപ്പുംപടി പോലീസ് ഇൻസ്പെക്ടർ CT സഞ്ജയ് രൂപീകരിച്ച പ്രത്യേക സ്ക്വാഡ് അംഗങ്ങളായ തോപ്പുംപടി സബ് ഇൻസ്പെക്ടർ ജിൻസൺ ഡൊമിനിക്, SPO സുധീഷ്, CPO ബിബിൻ എന്നിവർ ചേർന്നാണ് ഹരിയാനയിലെ മേവാത്തിലെ അക്കേഡ ഗ്രാമത്തിൽ നിന്ന് പ്രതിയെ സാഹസികമായി പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത് കേരളത്തിലെത്തിച്ച് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് കേസിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും തോപ്പുംപടി പോലീസ് ഇൻസ്പെക്ടർ അറിയിച്ചു. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി കാസർഗോഡ് സ്വദേശി അറസ്റ്റിൽ. കാസർഗോഡ് ബദിയടുക്ക സ്വദേശി പി അഹമ്മദ് നിയാസിനെയാണ് കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കാറിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രതി ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ വാഹന പരിശോധന നടത്തുകയായിരുന്ന പോലീസ് സംഘത്തെ കണ്ട് കടന്നു കളയാൻ ശ്രമിച്ചു. ഇത് കണ്ട് വാഹനം തടഞ്ഞ പോലീസ് കാറിന്റെ പിന്നിലെയും ഡിക്കിയിലെയും ചാക്കുകെട്ടുകൾ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളായ ഹാൻഡ്സ് പോളി പാക്കറ്റുകൾ കണ്ടെത്തിയത്. പിടികൂടിയ ഉൽപ്പന്നങ്ങൾക്ക് 2.5 ലക്ഷത്തോളം രൂപ വില വരും. വിൽപ്പനയ്ക്കായാണ് ഇവ കൈവശം വെച്ചതെന്നും ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചു. കളമശ്ശേരി സബ് ഇൻസ്പെക്ടർ KK ബാബു, ASI അബു, CPOമാരായ ഉണ്ണികൃഷ്ണൻ, മഹൻ, ഷിബിൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ കളമശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. മെട്രോ കാക്കനാട് പാത നിർമ്മാണത്തെ തുടർന്നുള്ള ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടികളുമായി വിവിധ വകുപ്പുകളുടെ സംയുക്ത കമ്മിറ്റി. മെട്രോ നിർമ്മാണം നടക്കുന്ന ചെമ്പുമുക്ക് ഭാഗത്ത് മന്ത്രി P രാജീവും സംഘവും സന്ദർശനം നടത്തി. ഇതിന് പിന്നാലെ ചേർന്ന 7 വകുപ്പുകളുടെ സംയുക്ത യോഗത്തിലാണ് ഗതാഗത കുരുക്ക് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ തീരുമാനമായത്. ഗതാഗത കുരുക്ക്, കേബിളുകൾ നീക്കൽ, വൈദ്യുതി വിതരണ ക്രമീകരണം, റോഡിന് വീതി കൂട്ടൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുന്നതിനാണ് സംയുക്ത കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. 3 ദിവസം കൂടുമ്പോൾ ഈ കമ്മിറ്റി യോഗം ചേർന്ന് വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. പൊതുമരാമത്ത് വകുപ്പ്, തൃക്കാക്കര നഗരസഭ സെക്രട്ടറി, RTO, കൊച്ചി മെട്രോ, KSEB, വാട്ടർ അതോറിറ്റി, പോലീസ് എന്നിവരാണ് കമ്മിറ്റിയിലുള്ളത്. അടിയന്തര പരിഹാരങ്ങൾക്കുള്ള സംയുക്ത കമ്മിറ്റിയുടെ ആദ്യ യോഗം 22-ന് ചേരും. സംസ്ഥാന പാതയിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനുകളിലൊന്നായ ചെറായി ദേവസ്വം നട വീണ്ടും ഗതാഗത കുരുക്കിന്റെ പിടിയിൽ. അവധി ദിവസങ്ങളിലും മറ്റും ഈ ഭാഗത്ത് മണിക്കൂറുകളോളം വാഹനങ്ങൾ കുടുങ്ങുന്ന സ്ഥിതിയാണ്. ഗതാഗത തടസ്സം പതിവായിട്ടും ബന്ധപ്പെട്ടവർ താൽക്കാലിക പരിഹാര നടപടികൾക്ക് പോലും തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. നേരത്തെ ഇവിടെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിട്ടതിനെ തുടർന്ന് അവ നീക്കം ചെയ്തിരുന്നു. ഇതോടെ തിരക്കേറിയ സമയത്തും വാഹനങ്ങൾ തലങ്ങും വിലങ്ങും കടന്നു പോകുന്ന സ്ഥിതിയാണ്. ഇത് പലപ്പോഴും രൂക്ഷമായ ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നു. അവധി ദിവസങ്ങളിലും മറ്റും ചെറായി അടക്കമുള്ള ബീച്ചുകളിലേക്ക് ഒട്ടേറെ വാഹനങ്ങളാണ് ദൂര സ്ഥലങ്ങളിൽ നിന്ന് എത്തി ജംഗ്ഷനിലൂടെ കടന്നു പോകുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുന്ന നാട്ടുകാർ പറയുന്നു. പലപ്പോഴും ആംബുലൻസുകളും രോഗികളുമായി എത്തുന്ന മറ്റ് വാഹനങ്ങളും ഇവിടെ കുടുങ്ങുന്നതും പതിവാണ്. ഗതാഗത നിയന്ത്രണത്തിന് ട്രാഫിക് വാർഡൻ ഉണ്ടാകാറില്ല. പലപ്പോഴും വാഹന ഡ്രൈവർമാർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും പതിവാണ്. സമീപത്തെ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള സ്ഥലങ്ങൾ കയ്യേറ്റം മറ്റും മൂലം ജംഗ്ഷനിൽ റോഡിന്റെ വീതി കാര്യമായി കുറഞ്ഞത് സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് ജംഗ്ഷനിൽ 10ഓളം ടാക്സി കാറുകൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലം കയ്യേറ്റത്തെ തുടർന്ന് ഇപ്പോൾ ഒരു സ്കൂട്ടർ പോലും വയ്ക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കുകയാണ്. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുമരാമത്ത് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ജംഗ്ഷന്റെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനായി വിഭാവനം ചെയ്യപ്പെട്ട ബൈപ്പാസ് പദ്ധതിയും എങ്ങും എത്തിയിട്ടില്ല. പറവൂരിൽ നിന്നെത്തുന്ന വാഹനങ്ങൾ ജംഗ്ഷനിലേക്ക് എത്തുന്നതിന് മുൻപ് ഇടത്തേക്ക് തിരിഞ്ഞ് വസ്തേരി പാലത്തിന് സമീപം സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ പദ്ധതി തയ്യാറാക്കിയത്. എന്നാൽ പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയില്ല. ഈ പദ്ധതി വന്നു കഴിഞ്ഞാൽ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ ശമനമാകുമെന്നും നാട്ടുകാർ പറയുന്നു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലവിക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011172 ബന്ധപ്പെടാവുന്നതാണ്.
പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസ് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി വിധി പറയാനായി മാറ്റി. ഭർത്താവും കേസിൽ ഒന്നാം പ്രതിയുമായ രാഹുൽ പി ഗോപാലും പരാതിക്കാരിയായ ഭാര്യയുമാണ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്ന് ഇരുവരും കൗൺസിലിംഗിന് നൽകാനും അതിന്റെ റിപ്പോർട്ട് ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. ഈ റിപ്പോർട്ട് ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. മുദ്രവെച്ച കവറിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ട് പരിശോധിച്ച ശേഷം വിധി പറയാമെന്ന് ജസ്റ്റിസ് എ ബദ്രുദ്ദീൻ വ്യക്തമാക്കി. ഇതുവരെ പ്രതികൾക്കെതിരെ കടുത്ത നടപടികളൊന്നും പാടില്ലെന്ന് ഇടക്കാല ഉത്തരവ് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ കൗൺസിലിംഗിന് പോകാനും അതിനുശേഷം കേസ് നടപടികൾ അവസാനിപ്പിക്കുന്ന കാര്യം തീരുമാനിക്കുമെന്നും കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. തുടർന്നാണ് കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരുവരും കൗൺസിലിംഗ് നൽകിയതും അതിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതും. കോഴിക്കോട് സ്വദേശിയായ രാഹുലിനെ വിവാഹം ചെയ്ത എറണാകുളം സ്വദേശി പറവൂർ സ്വദേശിനിയെ ക്രൂരമായി മർദ്ദിക്കപ്പെട്ട നിലയിൽ വീട്ടുകാർ കണ്ടെത്തിയതാണ് കേസിന്റെ തുടക്കം. വൈകാതെ രാഹുലിനെതിരെ ഗാർഹിക പീഡനത്തിനും സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തി. എന്നാൽ വിഷയ വിവാദമായ വധശ്രമ കേസും ഉൾപ്പെടുത്തി. ഇതോടെ ജോലി ചെയ്തിരുന്ന ജർമ്മനിയിലേക്ക് രാഹുൽ കടന്നു. ഇതിനിടെയാണ് തന്നെ ഭർത്താവ് മർദ്ദിച്ചിട്ടില്ലെന്നും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി പരാതി നൽകിയതാണെന്നും കാട്ടി ഭാര്യ രംഗത്ത് വന്നത്. പിന്നാലെ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ കോടതിയെ സമീപിക്കുകയായിരുന്നു. അങ്കമാലി ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കൽ പ്രഹസനമെന്ന് നാട്ടുകാർ. മുൻപ് നടത്തിയ ടാറിംഗ് ഒരു മഴ പെയ്തപ്പോൾ പൊളിഞ്ഞു. കരയാമ്പറമ്പ് ജംഗ്ഷനും സമീപത്തുമായി ഒട്ടേറെ കുഴികളാണുള്ളത്. ടാറിംഗ് നടത്തി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ടാറിംഗ് ഇളകിപ്പോയി ഈ കുഴികളൊക്കെ വീണ്ടും തെളിഞ്ഞു വരും. ഗുണനിലവാരമില്ലാതെയാണ് ടാറിംഗ് നടത്തുന്നത്. ചാക്കിൽ ടാറിംഗ് മിശ്രിതം കൊണ്ടുവന്ന കുഴി അടയ്ക്കും. യന്ത്രം ഉപയോഗിച്ച് ഉറപ്പിക്കാതെ ടാറിംഗ് നടത്തുന്നതിനാൽ ഒരു മഴ പെയ്യുമ്പോഴേക്കും ടാറിംഗ് ഇളകും. അടുത്ത കുഴിയടക്കൽ വരുന്നത് വരെ വൻ അപകട സാധ്യതയാണ്. ടാറിംഗ് ഉരുണ്ടുകൂടി റോഡിൽ രൂപപ്പെടുന്ന തടമുഴയിൽ കയറി ബൈക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെടാറുണ്ട്. പൊളിഞ്ഞു കുഴികളുടെ വശങ്ങളിൽ കിടക്കുന്ന ടാറിംഗ് ഭാഗങ്ങളിൽ കയറിയും അപകടങ്ങൾ ഉണ്ടാകുന്നു. ദേശീയപാതയിൽ ഗുണനിലവാരമുള്ള ടാറിംഗ് നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.